സ്തോത്രം. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ 1 കൊരിന്ത്യർ വായിച്ച് നോക്കണം. അതിനകത്ത് പൗലോസ് വളരെ ആഴങ്ങളേറിയ മെസ്സേജുകൾ പൗലോസ് ആ സഭയ്ക്ക് വേണ്ടി ജയിലിൽ കിടന്ന് എഴുതി കൊടുക്കുന്നു. നിങ്ങൾക്ക് ഭിന്നഭിപ്രായങ്ങളുണ്ട്, ഭിന്നതയുണ്ട്. അതുപോലെ തന്നെ ഒരു മനുഷ്യന് സ്തോത്രം ഉള്ളിനകത്ത് ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ ഒരു സഭ മുഴുവനും അതിൻ്റെ അനുഭവം ഉണ്ടാകും. ഇപ്പോൾ എനിക്ക് വൈരാഗ്യമുണ്ട്. ഞാനിപ്പോൾ ഈ പ്രസംഗിക്കുമ്പോൾ എത്ര പേര് കേൾക്കുന്നുണ്ടെന്നോ, എത്ര പേര് ഇത് ഏറ്റെടുക്കുന്നുണ്ടെന്നോ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചിന്തകൾ നമുക്ക് ഉണ്ടായി വരും. വൈരാഗ്യം ഉണ്ടായി വരും. ഒരു ലൈക്ക് ചെയ്യുന്നില്ല, നമ്മളെ വിളിച്ചൊന്ന് ചോദിക്കുന്നില്ല. ഇതെല്ലാം ഉള്ളിനകത്ത് കിടന്ന ഒരുമാതിരി വെറുപ്പ്, ഒരുമാതിരി ഒരു വല്ലാണ്ട്, പിന്നെ ആ മൈൻഡ് മൊത്തം അതിനകത്ത് ഇങ്ങനെ വർക്കാവും. എന്നെ സംബന്ധിച്ച് ഇത് ആരേറ്റെടുക്കുന്നോ ആരേറ്റെടുക്കുന്നില്ലയോ ഒന്നൊരു വിഷയമല്ല. എൻ്റെ ഡ്യൂട്ടി ദൈവവചനം വായിക്കുക, പറയുക. ആരേറ്റെടുക്കുന്നതെന്നല്ല എൻ്റെ താല്പര്യം. കർത്താവ് നമ്മളിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മൾ വിശ്വസിച്ച് ചെയ്യുന്നു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഉൽപ്പത്തി 37 അധ്യായം വായിച്ചു നോക്കുമ്പോൾ ജോസഫിനോട് തൻ്റെ സഹോദരങ്ങൾക്ക് പക, ആ വെറുപ്പും പകയും സ്തോത്രം ജോസഫിന് നേരെ എന്തിനു വന്നു? കാരണം സഹോദരന്മാരുടെ മോശമായ വിഷയങ്ങളെല്ലാം സ്തോത്രം തൻ്റെ അപ്പനോട് സംസാരിക്കും. അതൊരു തെറ്റല്ല. കാരണം ദൈവത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ടീമുകളാണ് ഇവരെല്ലാം. അവരെല്ലാം മോശമായി പെരുമാറുമ്പോൾ അതങ്ങനെയല്ല എന്ന് പറയുമ്പോൾ എളുപ്പത്തിൽ ആർക്കും ഇഷ്ടപ്പെടില്ല. ഒരിക്കലും ഒരു വ്യക്തിയെ നീ ഈ സംസാരിക്കുന്ന വിഷയമൊന്നും ശരിയല്ല, നീ ഒരു ചർച്ചിൽ പോകുന്ന ഒരാളാണ്, നീ ഇങ്ങനെ സംസാരിക്കുന്നതേ മോശമാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ്റെ ഉള്ളിനകത്ത് ആ പക ഉണ്ടാകും. ഓ, എവൻ നല്ലവനാണ്, അവൻ ഇന്നലെ ചർച്ചിൽ കയറി വന്നിട്ട് ഇപ്പം നമ്മൾ ഉപദേശിച്ചുകൊണ്ട് നടക്കുന്നത്, എനിക്കറിയാം അവനെ പറ്റി. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളെല്ലാം ആദ്യമായിട്ടുണ്ടാവണതല്ല. പഴയ നിയമത്തിലുമുണ്ട്, പുതിയ നിയമത്തിലുമുണ്ട്. 1 കൊരിന്ത്യർ നിങ്ങൾ മനസ്സ് കൊടുത്ത് വായിച്ച് നോക്കിയാൽ അതിനകത്ത് എഴുതിയിരിക്കുന്ന പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾ അത്രമാത്രം യേശുവിനെക്കുറിച്ച് സംസാരിച്ചിട്ടും നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഒരു മാറ്റം സംഭവിക്കുന്നില്ലല്ലോ. എത്ര കൃപാവരങ്ങളുണ്ടെന്നറിയാം ആ സഭയ്ക്കകത്ത്. പക്ഷേ അവിടെ നിന്ന് പൗലോസ് കേൾക്കുന്നു, ഈ ഭിന്നഭിപ്രായം നിങ്ങൾക്ക് എവിടെ നിന്ന് വന്ന്? ഞങ്ങൾ പൗലോസിൻ്റെ പക്ഷക്കാർ. അങ്ങനെ പക്ഷം പിടിച്ച് നിൽക്കുന്ന, നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് ഈ പക്ഷം പിടിച്ച് നിൽക്കുന്ന സംഭവം ഇപ്പോഴും സഭയ്ക്കകത്തുണ്ട്. കാരണം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ സാത്താൻ സമ്മതിക്കത്തില്ല. കാരണം പരിശുദ്ധാത്മാവിനാൽ ഒരു സഭ നടന്നു കഴിഞ്ഞാൽ ആ ദേശത്തിലിരിക്കുന്ന മുഴുവൻ സ്പിരിറ്റുകൾക്കും പോയേ പറ്റൂ. എത്ര വർഷം പഴക്കമുണ്ടെങ്കിലും, എത്ര അടിത്തറയെന്ന് പറഞ്ഞാലും യേശുവിൻ്റെ നാമത്തിൽ ഇളകും. അപ്പോൾ ഒരുമിച്ച് നിൽക്കുന്നവരെ ഭിന്നിപ്പിക്കണമെങ്കിൽ ഉടയാത്ത ഹൃദയത്തിനകത്ത് ഭിന്നഭിപ്രായങ്ങളെ ഇട്ടുകൊടുത്തേ പറ്റൂ. ഇന്ന് പാസ്റ്റേഴ്സ് തമ്മിൽ ഒരു ഐക്യതയില്ല. സീരിയസ് ആയിട്ട് പറയുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും കുഴപ്പമില്ല. പാസ്റ്റർമാർ തമ്മിലൊരു ഐക്യതയില്ല. കണ്ടാൽ പോലും ഫേസ് നോക്കിയാൽ പോലും അവർക്ക് ഇഷ്ടപ്പെട്ട പാസ്റ്റേഴ്സിനെ മാത്രമേ സ്തോത്രം പറയൂ. അവർക്ക് ഇഷ്ടപ്പെടണം. കാരണം എന്തെന്നറിയോ? അവരുടെ നല്ല വശങ്ങളെ മാത്രം സംസാരിക്കുന്നതുണ്ട്. കാരണം ഇന്നെല്ലാവരും വിചാരിക്കുന്നത് കാറ് കിട്ടി, പ്ലെയിനിൽ പോയി, അത് ചെയ്ത് ഇത് ചെയ്ത്. ഞാനും ഒരുപാട് പ്ലെയിനിൽ പോയി, എനിക്ക് ചിരിയാണ് പറഞ്ഞാൽ. ഇതല്ല അഭിഷേകം, ഇതല്ല. യേശു പറഞ്ഞൊരു പദം, നിൻ്റെ പേർ സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട്, നീ സ്വർഗത്തിലിരിക്കണം, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഇതാണ് സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ കാതലായ ഭാഗം. അല്ലാതെ നമ്മൾ വിചാരിക്കും പോലെ ഒരു മെസ്സേജ് പറഞ്ഞു, അടുത്തൊരു സ്ഥലത്ത് പോയി, ഇവിടെ പോയി, അവിടെ പോയി 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് പള്ളി വെച്ച് AC വെച്ച്, അത് നല്ലതാണ്. ഇവിടെ നീ ഒരു മണ്ണ് നീ ഇവിടെ നിന്ന് കൊണ്ടുപോകില്ല. ഇപ്പോൾ നീ ആ മണ്ണും പണവും പ്രശസ്തിയും ഫ്ലക്സിലെ ഫോട്ടോയൊക്കെ കണ്ട് അങ്ങ് നിൽക്കുകയാണ്. ഞാൻ ആമേൻ സ്തോത്രം 1 കൊരിന്ത്യർ വായിച്ച് നോക്കിയപ്പോൾ പൗലോസ് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പട്ടിണി, ദാരിദ്ര്യം, വെള്ളം പോലും ഇല്ലെന്ന്. പക്ഷെ അവിടെയും യേശുവിനെ സ്തുതിക്കുന്ന ഒരു പൗലോസിനെ കാണാം. 1 കൊരിന്ത്യർ വായിക്കുമ്പോൾ താൻ ജയിലിനകത്ത് കിടന്ന് എഴുതുന്ന അതാണ്. കൊരിന്ത്യർ സഭയെ നോക്കി പറയണേ, നിങ്ങളെക്കുറിച്ചൊരു വാക്ക് ഞാൻ കേട്ടു, ദുർനടപ്പ്, ഇങ്ങനെ ജാതികൾക്ക് പോലും ഇല്ലാത്ത സംഭവങ്ങൾ പറയണം. ഒന്നാലോചിച്ച് നോക്ക്. നിൻ്റെ മനസാക്ഷിയിൽ ഈ വചനം നിൻ്റെ മനസാക്ഷിയിൽ കൊണ്ട
നീ തിരുന്തി വന്നേ പറ്റൂ. പരിശുദ്ധാത്മത്തിൽ കൂടി ആരോട് പറയുന്ന, നിന്നെ ഏൽപ്പിച്ച ആടുകളുണ്ട്. നിന്നെ ഏൽപ്പിച്ച ആടുകളെ നല്ല തീറ്റ കൊടുത്ത് സ്തോത്രം വളർത്താൻ പഠിപ്പിക്കുക. സഭയ്ക്കകത്ത് ഭിന്നഭിപ്രായങ്ങളും പിണക്കവും വഴക്കും ഒക്കെ ഇന്നെല്ലാ ചർച്ചകളിലും ഉണ്ട്. എങ്ങനെ ആരാധിക്കുന്നേ? എങ്ങനെ അന്യഭാഷ പറയുന്നേ? എങ്ങനെ ആത്മാവിൽ സ്തോത്രം? നിങ്ങൾ ചിന്തിക്കേ, ഇന്നെല്ലാം അനുഗ്രഹങ്ങളാണ്. യേശു പറഞ്ഞ എന്തുവാ? അനുഗ്രഹിക്കേണ്ടെന്നല്ലല്ലോ, മുമ്പേ അവൻ്റെ രാജ്യനീതിനെ അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതെല്ലാം പോവും. അപ്പോൾ നന്മകളെക്കുറിച്ച് വേണം, പക്ഷെ നന്മ നിൻ്റെ ഹൃദയത്തെ ഭരിക്കരുത്. നിൻ്റെ ഹൃദയം എവിടെ ഇരിക്കുന്നു കണ്ട, നിൻ്റെ ഹൃദയം, നിൻ്റെ നിക്ഷേപം. അതുകൊണ്ട് സ്തോത്രം, പണം വേണ്ടെന്നാണ്. ആവശ്യത്തിന് പണം ദൈവം തരും. ഹല്ലേലൂയ. അത് കഴിഞ്ഞാൽ മന്ന നീ ഇത്ര പെറുക്കാവൂന്നാണ് പറഞ്ഞത്. യേശു പറഞ്ഞെന്തുവാ? എത്ര കുട്ട അപ്പം എടുത്ത്? അത് ഇത്ര, ശരി വെച്ചോ. എത്ര എണ്ണ എടുത്ത്? എത്രയുണ്ട്? ബാക്കി മാറ്റിവേ. ഇതൊന്നും യേശു പറയൂല. കാരണം നീ നാളത്തെക്കുറിച്ച് ചിന്തിക്കരുത്, ഇന്നത്തെക്കുറിച്ച് ചിന്തിക്കേ. ഈ പറയുന്നത് എന്തുകൊണ്ടാണ്? നിന്നെ ഏൽപ്പിച്ച ജോലി വിശ്വാസത്തോടു കൂടി നീ ചെയ്യേ. ഇന്ന് സാത്താൻ്റെ വളരെ തന്ത്രങ്ങളാണ് സഭയ്ക്കകത്ത് ഭിന്നഭിപ്രായങ്ങളോ ഒക്കെ ഇടുന്നത്. ശ്രദ്ധിക്കേ, മനുഷ്യനസാധ്യം, എൻ്റെ ദൈവത്താൽ സാധ്യം. ആമേൻ. വിശ്വസിക്കേ, വചനങ്ങൾ വായിക്കേ, മനസ്സ് തിരുന്തി കർത്താവിലേക്ക് വാ. സ്തോത്രം.